അരുണിലേക്കാണ്. അരുൺ, ആനയെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആന എവിടെയാണുള്ളത്? ആര്യ, നേരത്തെ പറഞ്ഞ DFO പറഞ്ഞ ആ ഒരു മേഖലയിലാണ്, മണ്ണുണ്ടിക്ക് അടുത്തായിട്ടുള്ള ഒരു വനമേഖലയിലാണ് ആനയെ ട്രാക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഏറുമാടങ്ങളിൽ നിന്നും ഈ ട്രീ ഹട്ടിൽ നിന്നും ഒക്കെ ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. തുടർന്ന് ഈ ആന്റീനയുമായുള്ള സംഘം ഈ 300 മീറ്റർ ആനയ്ക്ക് അരികിലായി എത്തുമ്പോൾ കൃത്യം ആന എവിടെയുണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷമായിരിക്കും കുങ്കി ആനകളെ ഉൾപ്പെടെ അങ്ങോട്ട് കൊണ്ടുപോവുക. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശം, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു പ്രദേശത്ത് കൂടിയാണ് കുങ്കി ആനകളെ ഈ വനമേഖലയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. മണ്ണുണ്ടിക്ക് അടുത്തുള്ള വനമേഖലയിലേക്ക് കൊണ്ടുപോയത്. ഈ ബാവലിയിൽ നിന്നുള്ള ഒരു വന റൂട്ടാണിത്. ഈ ഫോറസ്റ്റ് ഡിപ്പോയിൽ കൂടെയാണ് കുങ്കി ആനകൾ നടന്നു പോയത്. ഏകദേശം ഈ ഒരു ഉൾവനത്തിൽ കൂടെ സഞ്ചരിച്ചാൽ ഒരു 4 കിലോമീറ്റർ അകലെയാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ച് ഈ മോഴയാന ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മിഷന്റെ പ്രോഗ്രസ് ഇങ്ങനെയാണ്. ഈ ആനയെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ആനയെ അനുയോജ്യമായ സ്ഥലത്ത് കിട്ടിയാൽ മയക്കുവെടി വെക്കും. അത് ഉടനെ സാധ്യമാക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അത് കുങ്കി ആനകൾ അവിടെ എത്തേണ്ടത് പ്രധാനമാണ്. കാരണം അക്രമ സ്വഭാവമുള്ള ഒരു ആനയാണ് ഈ വേലൂർ മഗ്ന. അപ്പോൾ ആനയെ ഇന്നലെ ഉൾപ്പെടെ ഈ 100 മീറ്റർ അടുത്തുവരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു എന്നാണ് DFO പറഞ്ഞത്. അപ്പോൾ ആന ഒരു അക്രമ സ്വഭാവം കാണിച്ചിരുന്നു, പാഞ്ഞെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുങ്കി ആനകളാൽ വളഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു ഓപ്പറേഷൻ സാധ്യമാവൂ, മയക്കുവെടി വെക്കുന്നത് സാധ്യമാകൂ. അതിനാൽ തന്നെയാണ് ഈ DFO പറഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ കുങ്കി ആനകളെ അങ്ങോട്ടേക്ക് നീക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വഴിയാണ് കുങ്കി ആനകൾ അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ മിഷൻ ഓൺ ആണ് എന്ന് വനം വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നു. ഈ മണിക്കൂറിൽ ഒരു ശുഭപ്രതീക്ഷ വനം വകുപ്പിനുണ്ട്. കാരണം ആനയെ ട്രാക്ക് ചെയ്തു, അവിടെ വെച്ച് കഴിയുന്നതും വേഗം മയക്കുവെടി വെക്കാനാകണം. അതിനുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തി എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷമാണ് വനം വകുപ്പ് അങ്ങോട്ട് നീങ്ങിയത്. ഇനി വേണ്ടത് ആനയെ കൃത്യമായ സ്ഥലം കണ്ടെത്തി കുങ്കി ആനകളാൽ വളഞ്ഞ് അങ്ങനെ ഇന്നലെ നമ്മൾ ഒരു ഉച്ച സമയത്തോട് കണ്ട സമാനമായ രീതിയിലുള്ള ഒരു നീക്കം. ഇന്നലെ ചെറിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. അതാണ് ആന ദിശ മാറി പോകാനൊക്കെ ഇടയാക്കിയത്. ആനയുടെ ഒരു സ്വഭാവം അങ്ങനെയായിരുന്നു. ശക്തനായ ആനയാണ്, അതിൻ്റെ സഞ്ചാരപാതയൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി ഇനി ആന ഏതെങ്കിലും ദിശയിലേക്ക് മാറിയാൽ അതിനൊക്കെ തടയിടാനുള്ള ഒരു സാഹചര്യം കൂടെ ഇന്നലെ സംഭവിച്ച ഒരു പിഴവ്, അല്ലെങ്കിൽ ഇന്നലെ എന്താണ് അവിടെ സംഭവിച്ചത്, അതിനൊക്കെ ഒരു മറികടന്നുകൊണ്ടുള്ള ഒരു നീക്കം കൂടിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളായി ഈ മണിക്കൂറിലെ പുരോഗതി എന്ന് പറഞ്ഞാൽ കുങ്കി ആനകളെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കുങ്കി ആനകളെ അവിടെ എത്തിക്കാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. ആന കൃത്യമായി എവിടെയാണുള്ളതെന്ന് ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം കുങ്കി ആനകളെ ആ പ്രദേശത്തേക്ക് എത്തിക്കും എന്നുള്ളത് തന്നെയാണ് ആര്യ.